Good afternoon. Last class types of blood blood types ഓർമ്മയുണ്ടോ? നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോരാട്ടോ. നമുക്ക് എത്ര ടൈപ്സ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്? എത്ര ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത് കോമൺ ആയിട്ട്? 4. അതില് ഓക്കെ, അതില് പറഞ്ഞു നമ്മളിപ്പോ ആന്റിബോഡീസിനെ കുറിച്ച് പറഞ്ഞു, ആന്റിജനെ കുറിച്ച് പറഞ്ഞു. എ ബ്ലഡ് ഗ്രൂപ്പില് ഏതായിരിക്കും ആന്റിജൻ? ആന്റിജൻ എ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡി ബി ആയിരിക്കും. ബിനെ സംബന്ധിച്ച് ആന്റിജൻ ബി ആയിരിക്കും. ആന്റിബോഡി എന്തായിരിക്കും? എ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. സോ എ ബി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആന്റിജൻ രണ്ടും ഉണ്ടാവും, എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. സോ ദർ ഇസ് അവിടെ എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. ആന്റിബോഡീസ് ഏതിലില്ല? എ ബിയിലില്ല. നമുക്ക് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിനെ പറയുന്ന പേരാണ്. ഏത് ഗ്രൂപ്പാണ് ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്? ആന്റിജൻ ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? ഓ ഗ്രൂപ്പാണ്. ഓ ഗ്രൂപ്പില് ആന്റിജൻ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് പുറത്തുനിന്ന് വന്ന ആന്റിബോഡി എയും ബിയും ഓനെ സംബന്ധിച്ച് എന്താണ്? ആന്റിബോഡീസ് ആണ്. രണ്ടും പുറത്തുനിന്ന് വന്നാണല്ലോ. അപ്പൊ ആന്റിബോഡീസ് ആണ് എയും ബിയും എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നോക്കാം. A certain set of what tests are to be done in blood banking. Blood banking ചെയ്യണ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. A certain set of preliminary tests are done in lab once blood is donated. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് നോ റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ അവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഫസ്റ്റ് ടൈപ്പിംഗ് ആണ്. ഏതാണ് ആ ബ്ലഡിന്റെ ടൈപ്പ് കണ്ടുപിടിക്കും. എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്ന് ബ്ലഡ് ടൈപ്പ് കണ്ടുപിടിക്കും. ദെൻ RH ഫാക്ടർ ആണ്. എന്താണ് RH ഫാക്ടർ? നമ്മുടെ ബ്ലഡില് ബ്ലഡ് എങ്ങനെയാവാം? എ ബി ഒ അങ്ങനെ എ ബി എന്നൊക്കെ ഉള്ള ബ്ലഡ് ആണല്ലോ. അതിന്റെ ഒപ്പം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഡിനോട്ട് ചെയ്യാറുണ്ട് ഇല്ലേ? പോസിറ്റീവ് എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഡിനോട്ട് ചെയ്യണത്. അപ്പോ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തുവാണ് ഇത്? RH ഫാക്ടർ. രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ആണ് ഇത് RH ഫാക്ടർ എന്ന് പറയുന്നത്. RH ഫാക്ടറിനെ കണ്ടുപിടിച്ചത് കുറച്ച് എന്താ പറയാ, റിനസ് മങ്കീസില് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് RH ഫാക്ടർ കണ്ടുപിടിച്ചത്. അതിന്റെ എന്താണ് ഒരു നന്ദി സൂചകമായിട്ടാണ് ആ ഫസ്റ്റ് ലെറ്റർ RH ഫാക്ടർ എന്നത് കൊടുത്തത്. ഓക്കെ, അപ്പോ ഈ RH ഫാക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇഫ് RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. RH ടൈപ്പ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആന്റിജൻ ആണോ പോസിറ്റീവ് ആന്റിജൻ ആണോ നോക്കും. ഇനി നെക്സ്റ്റ് ആണ് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻസോ സൈഡ് എഫക്റ്റോ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പൊ നമ്മുടെ RBCയിൽ അല്ലെങ്കിൽ ആന്റിബോഡീസിൽ വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ? നമ്മളിപ്പോ ആ ഡോണറിന്റെ കയ്യിൽ നിന്ന് റെസിപ്റ്റിന്റെ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവോ എന്നാണ് എന്ത് ചെയ്യണത്? ടെസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇതാണ് ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് റെസിപ്റ്റിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസോ ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്ക്രീനിങ് ഫോർ
കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. നമ്മുടെ പേഷ്യന്റിന് ഇതിന് മുൻപോ അല്ലെങ്കിൽ ഇപ്പോഴോ ഈ പറഞ്ഞിരിക്കുന്ന താഴെ പറയുന്ന എന്തെങ്കിലും വൈറസ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പൊ എന്തൊക്കെ വൈറസ് ഇൻഫെക്ഷൻ ആണ് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിഒ സിഒ, ഇതിന് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് ബിഒ സിഒ വന്നിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV HIV ഉള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ എയ്ഡ്സിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള വ്യക്തിയാണോ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അങ്ങനെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുള്ളൂ. അതേപോലെ ട്രിപ്പോണിമ പാൽഡം, സിഫിലിസ് എന്ന് പറയും ഇംഗ്ലീഷില്, പറങ്കിപ്പുണ്ണ് മലയാളത്തിൽ പറയുന്നത് അങ്ങനെയാ. അങ്ങനെ ഒരു അസുഖമുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അതുള്ള വ്യക്തിയാണോ എന്നൊക്കെ ടെസ്റ്റ് നടത്തും. നമുക്ക് ഓരോന്ന് നോക്കാം, ഓരോ അസുഖങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറഞ്ഞാൽ ബിയും സിയും സാധാരണയായിട്ട് മഞ്ഞപ്പിത്തമൊക്കെ അല്ലെ, മഞ്ഞപ്പിത്തമൊക്കെ ഒരു ക്രിട്ടിക്കലാവുമ്പോ കരളിനെ ബാധിക്കും, കരളിന് എന്താ പറയാ കരൾ വീക്കം സംഭവിക്കും. അങ്ങനെ വന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്നിവ സാധാരണയായി കരളിനെ ബാധിക്കുന്ന എന്നാൽ രക്തത്തിലൂടെ പകരുന്ന ഒരു വൈറൽ അണുബാധയാണ് ഏത്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി കരളിനെ ബാധിക്കുന്ന രക്തത്തിലൂടെ പകരുന്ന ഒരു അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. അപ്പൊ ഇത് ബോഡി ഫ്ലൂയിഡിലൂടെയാണ് പകരുന്നതെന്ന് പറഞ്ഞു അല്ലെ. ബ്ലഡ് എന്ന് പറയുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് ആണ്, അതുവഴി പകരുമ്പോ എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ആണ് നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഡോണർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ മുമ്പ് എപ്പോഴെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബിഒ സിഒ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്കും ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ പകരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടൈമിലോ അല്ലെങ്കിൽ അവയവദാനം സ്വീകരിക്കുമ്പോഴൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിഒ സിഒ എന്ത് ചെയ്യണത്, പകരാനുള്ള ചാൻസ് വരുന്നത്. ഇനി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV എന്ന് പറയും. ഇതിനെ തന്നെയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. HIV ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് എന്താണ്, രോഗപ്രതിരോധ ശേഷിയാണ് നഷ്ടപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി എന്തെങ്കിലും നഷ്ടപ്പെടും. അതുമൂലം ആ വ്യക്തിക്ക് എന്ത് മാരകങ്ങളായ ഒരുപാട് അസുഖങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് എത്തും, പല പല അസുഖങ്ങളായിട്ട് തിരിയും. അങ്ങനെയാണ് സാധാരണയായിട്ട് 3 രീതിയിലാണ് HIV സ്പ്രെഡ് ആവുന്നത്. എത്ര രീതിയിലാണ് HIV സ്പ്രെഡ് ആവുന്നത്? 3 രീതിയിലാണ് HIV സ്പ്രെഡ് ആവുന്നത്. ഫസ്റ്റ്, വൈറസ് ഉള്ള രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഈ കമ്പോണൻസ് എന്നൊക്കെ പറയുമല്ലോ, രക്തത്തിൽ നിന്നുണ്ടാക്കിയ വസ്തുക്കളോ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, HIV ബാധിതരായിട്ട് HIV ഉള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് HIV വരാനുള്ള ചാൻസ് ഉണ്ട്. 2, അണുവിമുക്തമാക്കാത്ത കുത്തിവെപ്പ് സൂചികളിലൂടെ, എന്താണ് അണുവിമുക്തമാക്കാത്ത കുത്തിവെപ്പ് സൂചികളിലൂടെ HIV പകരാനുള്ള ചാൻസ് ഉണ്ട്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം HIV സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അപ്പൊ ഈ 3 രീതിയിലൂടെയാണ് HIV സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നോക്കേണ്ടത് എന്താണ്, വൈറസ് ഉള്ള രക്തം അല്ലെങ്കിൽ രക്തത്തിലെ വസ്തുക്കൾ നിന്ന് പകരുന്ന HIV ബാധയുടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തടയേണ്ടത്. അങ്ങനെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തമാണ് ബ്ലഡ് ബാങ്കിനുള്ളത്. അതിനാണ് ഈ ബ്ലഡ് ബാങ്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാറ്. ഇനി ട്രിപ്പോണിമ പാൽഡം എന്ന് പറയുന്നത്, ട്രിപ്പോണിമ പാൽഡം എന്ന് പറയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു അണുബാധയാണ്. ഇത് മെയിൻ ആയിട്ട് പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്, ഈ പറഞ്ഞ സിഫിലിസ് എന്ന് പറയുന്നത്, പറങ്കിപ്പുണ്ണ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ അസുഖം നമ്മൾ ലൈംഗിക ബന്ധത്തിൽ അങ്ങനെ പകരുന്നതാണ്. ഈ അസുഖം വന്ന് നമുക്ക് മരുന്നൊക്കെ അവൈലബിൾ ആണ്, മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു പ്രാവശ്യം വന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അത് പകരും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 3 അസുഖങ്ങളും ഇല്ല എന്ന്, അല്ലെങ്കിൽ ഇതിന്റെ പാസ്റ്റ് ഇൻഫെക്ഷൻസ് മുമ്പ് വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ബ്ലഡ് സ്വീകരിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യം ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കും, A ആണോ B ആണോ O ആണോ AB ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. ഏതാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയുന്ന ഗ്രൂപ്പ്, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണ്, O ഗ്രൂപ്പുകാരെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ശരിയാണ്. ഇനി യൂണിവേഴ്സൽ റെസിപ്റ്റന്റ് ഏത് ഗ്രൂപ്പാണ്? എ ബിക്കാരാണ് യൂണിവേഴ്സൽ റെസിപ്റ്റന്റ്. ഓക്കെ. ഇനി യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന RH ടൈപ്പ് ഏതാണ്? ഏത് RH ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത്? എയില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, അതില്. ഓക്കെ, കറക്റ്റ് ആണ്. O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ. O നെഗറ്റീവ് ആണ്. സിഫിലിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഇത് സിഫിലിസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയും. ഒരു മലയാളം വേർഡ് യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പൊ നമ്മൾ അത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഈ അസുഖം പകരുന്നത്. ഇത് കൂടാതെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്തും ഈ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു ചുണങ്ങൊക്കെ പോലത്തെ ഒരു അസുഖമാണ് കേട്ടോ. ഓക്കെ, എ നെഗറ്റീവുകാരാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ യൂണിവേഴ്സൽ റെസിപ്റ്റന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പും ടൈപ്പ് ഏതാണ്? RH ടൈപ്പ് ഏതാണ്? എ ബി ആണെന്ന് പറഞ്ഞു. അതിൽ ഏത് ആരാണ് യൂണിവേഴ്സൽ റെസിപ്റ്റന്റ് എന്ന് പറയുന്നത്? എ ബി പോസിറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ് കേട്ടോ. എ ബി പോസിറ്റീവുകാരാണ് യൂണിവേഴ്സൽ റെസിപ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബ്ലഡ്? ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ആർ ദ ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് അതേപോലെ അസുഖങ്ങളും ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, RH ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഏത് ഗ്രൂപ്പാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ RH ഫാക്ടർ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഏത് വസ്തു കൺസിഡർ ചെയ്തിട്ടാണ്? RH ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ്. ഇനി നമ്മുടെ RH ഫാക്ടർ ഉള്ള രക്തമാണെങ്കിൽ, ബ്ലഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ്. RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ആണെങ്കിൽ അത് നെഗറ്റീവുകാരാണ്. അത്രയുള്ളൂ, സിമ്പിൾ ആണ്. വേറെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. RH ഫാക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ബ്ലഡ് ഏതായിരിക്കും? എൽ സ്ട്രീം ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അല്ലാത്താണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അത്ര ഉള്ളൂ പോലെ. ഒന്ന് വായിച്ച് വേഗം വായിച്ചേ. മൂന്ന് നാലും. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് പറയുന്നത്. മൂന്നാമത്തത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് റെസിപ്റ്റ് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോ ആക്സിഡന്റൽ ആയിട്ട് റെഡ് ബ്ലഡ് സെൽസിൽ ആന്റിബോഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ബ്ലഡ് റെസിപ്റ്റ് സ്വീകരിക്കാനായിട്ട്. എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും റിയാക്ഷൻസോ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ്. ഈ ആന്റിബോഡീസ് അല്ലെങ്കിൽ ഈ ബ്ലഡ് സ്വീകരിക്കണോണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരോ എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തും. പിന്നെ ഈ പറയുന്ന അസുഖങ്ങൾ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. ഏതൊക്കെയാണ് അസുഖങ്ങൾ? ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി അല്ലെങ്കിൽ സി, അതേപോലെ HIV ബാധയുണ്ടോ, അതേപോലെ സിഫിലിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ. ബാക്ടീരിയൽ, ബാക്കി രണ്ടും വൈറസ് ഇൻഫെക്ഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസും HIV വൈറസ് ഇൻഫെക്ഷൻ ആണ്. സിഫിലിസ് മാത്രമുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഏതെങ്കിലും ഇൻഫെക്ഷൻ മുമ്പ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ ആണല്ലോ. Then what are the types of bloods? According to American Association of Blood Bank, delivery of blood types include following. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ബ്ലഡ് ടൈപ്പ് നമ്മളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കേട്ടിട്ടുള്ള ബ്ലഡ് ടൈപ്പ് ഏതാണ്? O പോസിറ്റീവ് ആരാണ്? O പോസിറ്റീവ് ആരാണ് കൂടുതൽ, അല്ലെ? ശരിയാണ്. ORH പോസിറ്റീവ് എത്ര ശതമാനം ഉണ്ട്? 39% ORH പോസിറ്റീവ് ആരാണ് ഉള്ളത്? ARH പോസിറ്റീവ് എത്രയുണ്ട്? 31% ഉണ്ട്. ARH പോസിറ്റീവ് 31% ഉണ്ട്. ഇനി BRH പോസിറ്റീവ് എത്ര ശതമാനം ഉണ്ട്? 9%. ARH നെഗറ്റീവ് 6% ഉണ്ട്. Then
ABRH പോസിറ്റീവ് എത്ര ശതമാനം ഉണ്ട്? 3%. BRH നെഗറ്റീവ് 2%. Then O നെഗറ്റീവുകാര് 9%, AB നെഗറ്റീവുകാര് 1% ആണ്. ഇത്രയുമാണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ആ ഒരു ടൈപ്സ് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോട്ടോ. ഇതൊന്ന് നോക്കി, ഈ പെർസെന്റേജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് സിമ്പിൾ ആണ്, ആ ഒരു പെർസെന്റേജ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതേ. ഇനി ഇത്രയും ആൾക്കാരാണോ ഉള്ളത്, ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കാം. ഇനി നമ്മുടെ ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡിൽ നമ്മൾ എത്ര കമ്പോണൻസ് ഉണ്ടെന്നാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞല്ലോ, ബ്ലഡിൽ ഇത്രയും കമ്പോണൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. എത്രയാണ്? 4 കമ്പോണൻസ് ആണ് ഉള്ളത് അല്ലെ? ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ കമ്പോണൻസ് ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡ് കമ്പോണൻസ് 4 ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഇതില് റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ സയന്റിഫിക് നെയിം ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോ സയന്റിഫിക് മെയിൻ എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. സയന്റിഫിക് നെയിം എന്താണ് റെഡ് ബ്ലഡ് സെൽസിന്റെ? എറിത്രോസൈറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എഴുതി വെച്ച എല്ലാവരും, അറിയാത്തവർ എഴുതി വെച്ചേ. എറിത്രോസൈറ്റ് സയന്റിഫിക് നെയിം, RBCയുടെ സയന്റിഫിക് നെയിം ആണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ആർക്കറിഞ്ഞൂടാ? ല്യൂക്കോസൈറ്റ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെയാണ് ല്യൂക്കോസൈറ്റ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ആർക്കെങ്കിലും ആർക്കറിഞ്ഞൂടെ? ഞാൻ അയക്കാലോ, എനിക്കറിയാം. ത്രോംബോസൈറ്റ്. ത്രോംബോസൈറ്റ്സ് കേട്ടോ. ഏത്? പ്ലേറ്റ്ലെറ്റ്സിന്റെ. ഓക്കെ. ഇനി ഇതിൽ കുറച്ച് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ടെസ്റ്റിൽ ഇല്ലേ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. സയന്റിഫിക് RBC ആണ്. RBC എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് ആണ്. റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ് എന്ന് പറയുന്നത്. 120 ദിവസമാണ് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. എന്താണ്? 120 ദിവസമാണ് ലൈഫ് സ്പാൻ. എത്ര ദിവസമാണ് RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്? 120 days ആണ്. ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽസ് ആണ് ഏത്? RBC എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽസ് ആണ് ഏത്? RBC എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? RBC വഴിയാണ്. നമ്മുടെ ബോഡിയിലേക്ക് ബോഡിയിലുള്ള എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ആരാണ്? RBC ആണ്. RBC കുറയുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു അസുഖം എന്നൊക്കെ പറയാൻ പറ്റും. RBC കുറയണ മൂലം ഉണ്ടാവുന്ന ഒരു അസുഖം. RBC മെയിൻ ആയിട്ട് അയൺ അനീമിക് ആണ്. RBC കുറയുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ഏത്? അനീമിക്. ഓക്കെ, കറക്റ്റ് ആണ്. ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? RBC യൂസ് ചെയ്യാറുണ്ട്. റെഡ് ബ്ലഡ് സെൽസ് യൂസ് ചെയ്യാറുണ്ട്. എന്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്? അനീമിക്കിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് RBCയുടെ റെഡ് ബ്ലഡ് സെൽസ് അത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എന്താ പറഞ്ഞ? സയന്റിഫിക് നെയിം പറഞ്ഞു, എറിത്രോസൈറ്റ് എന്നാണ്. 120 days ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ ഉള്ളത്. അതേപോലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള ബ്ലഡ് സെൽസ് ആണ്. നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? RBC ആണ്. RBCയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിക്. അനീമിക്കിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്, RBC ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് നോക്കി, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തില്ലേന്ന് ഒന്ന് നോക്കി.
ഇത്രയും കാര്യങ്ങളൊന്നും എഴുതി വെക്കുക കേട്ടോ. നിങ്ങളെ ബുക്കിന്റെ സൈഡിലായിട്ടൊക്കെ എഴുതി വെച്ചോ. നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് ഏതാണ്? പ്ലേറ്റ്ലേറ്റ്സ് ആണ് കേട്ടോ. പ്ലേറ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സയന്റിഫിക് നെയിം? ത്രോംബോസൈറ്റ്സ് എന്നാണ് സയന്റിഫിക്കലി അതിനെ പറയണത്. ഏറ്റവും കുറവ് ലൈഫ് സ്പാം ഉള്ള ബ്ലഡ് സെൽസ് ആണ് ഏത്? പ്ലേറ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ലൈഫ് സ്പാം ഉള്ള ബ്ലഡ് സെൽസ് ആണ് ഏത്? പ്ലേറ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് എത്ര ദിവസമാണ് ലൈഫ് സ്പാം എന്ന് വെച്ചാൽ 7 ദിവസമാണ് അതിന് ലൈഫ് സ്പാം ഉള്ളത്. ഇനി പ്ലേറ്റ്ലേറ്റ്സിന്റെ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് സോറി കേട്ടോ, ഒരു മിനിറ്റ്. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന എന്താണ് കോശമാണ് പ്ലേറ്റ്ലേറ്റ്സ്. എന്താണ്? ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന കോശമാണ് ഇത് പ്ലേറ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലേറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ പല ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇൻക്ലൂഡിങ് ഏതാണ്? ലുക്കീനിമിയ എന്ന് പറയുന്ന ക്യാൻസറിന് വരെയുള്ള ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുക്കാറുണ്ട്. രക്താർബുദം, അതേപോലെ തന്നെ ലുക്കീമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ WBCന്റെ നിയന്ത്രിതമല്ലാത്ത അളവ് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിതമല്ലാണ്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലുക്കീനിമിയ എന്ന് പറയുന്ന അസുഖമാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. നിറമില്ലാത്ത കോശങ്ങളായതുകൊണ്ടാണ് ഇതിനെന്ത് പറയണത്? വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. RBC എന്ന് പറയുമ്പോ എന്താ പറയുന്നത്? അരുണ രക്താണുക്കൾ, അത് ചുമന്ന കളറാണ്, റെഡ് കളറാണ്. അയൺ ആണ് അതിൽ കൂടുതൽ. ഓക്കെ, ഇതിന്റെ സയന്റിഫിക് നെയിം ഏതായിരുന്നു? ല്യൂക്കോസൈറ്റ്സ് എന്നായിരുന്നു. മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് വെച്ചാല് രോഗബാധ തടയുന്നു. ഫോർ ഹെൽത്ത് ഇമ്മ്യൂണിറ്റി. ഓക്കെ, രോഗബാധ തടയുന്നു, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. രണ്ട് എഴുതി വെച്ച രോഗബാധ തടയുന്നു, രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്നു. ഇനി ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 10 to 50 ഡേയ്സ്. ആ ഒരു കാലയളവിലായിരിക്കും അതിന്റെ ലൈഫ് സ്പാൻ പറയുന്നത്. എത്രയാണ്? 10 to 50 ഡേയ്സ് ആണ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ആയുസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പ്ലാസ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിലെ ദ്രാവക ഭാഗത്തുണ്ടല്ലോ, ഫ്ലൂയിഡ് ആയിട്ട്, വാട്ടർലി ഫ്ലൂയിഡ് ആയിട്ടുള്ള ആ ഒരു പോർഷനെയാണ് സാധാരണയായിട്ട് പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിലൂടെയാണ് ഈ RBC, WBC, പ്ലേറ്റ്ലേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണത്? പാസ് ചെയ്യണത്. ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ് 10 to 50 ഡേയ്സ് ആണ് കേട്ടോ. ഓക്കെ, പ്ലാസ്മയാണ് ദ്രാവക ഭാഗമാണ്. ബ്ലഡിലെ ദ്രാവക പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് എന്താണ് പ്ലാസ്മയിലാണ് WBC, RBC അതേപോലെ പ്ലേറ്റ്ലേറ്റ്സ് ഒക്കെ കാണപ്പെടുന്നതും ഏതിലാണ്? പ്ലാസ്മയിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ നിൽക്കട്ടാ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. 10 to 50 15 കേട്ടോ. 10 to 15 ദിവസം, 10 മുതൽ 15 ദിവസം വരെയാണ് WBCയുടെ ആയുസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് പ്ലാസ്മയെ കുറിച്ചാണ്. പ്ലാസ്മയാണ് നമ്മള് ലിക്വിഡ് ആയിട്ടുള്ള പോർഷൻ, അല്ലെങ്കിൽ വാട്ടർലി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള പോർഷനാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാലോ. ഏകദേശം ധാരണ കിട്ടിയ എല്ലാവർക്കും ഏതൊക്കെയാണ് കമ്പോണൻസ്, അതിന്റെ സയന്റിഫിക് നെയിംസ് ഒക്കെ എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലെ? പിന്നെ അതിന്റെ ആ ഒരു ആയുസിന്റെ ആ ഒരു ലൈഫ് സ്പാനും എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, what are the constituents of blood? When a blood or one or its components parts is transferred, each component serve many functions that include the following. ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ആയിരുന്നു, ഫുള്ളായിട്ട് ബ്ലഡ് ആയിരുന്നു ഒരു പേഷ്യന്റ് മറ്റൊരു പേഷ്യന്റിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഏത് കമ്പോണന്റ് ആണ് ആ ബ്ലഡിൽ കുറവുള്ളത്, ആ കമ്പോണന്റ് മാത്രമൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ബ്ലഡിലെ കമ്പോണന്റ്. ബ്ലഡിലെ 4 മെയിൻ കമ്പോണന്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലേറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലേറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലാസ്മ. റെഡ് ബ്ലഡ് സെൽസ് ആണ് പറയുന്നത്. These cells transport oxygen to the tissue in the body. ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലേക്കും എല്ലാ സെൽസിലേക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഇത് RBC എന്ന് പറയുന്നത്, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ.
അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റെഡ് ബ്ലഡ് സെൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി പ്ലേറ്റ്ലേറ്റ്സ്, 1 മിനിറ്റ്. ഓക്കെ ട്ടാ. നമ്മളെന്താ പറഞ്ഞത്? നമ്മളെന്താണ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻസ്, ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും ഓക്സിജൻ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഏത്? റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞത്. എന്തിനു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് റെഡ് ബ്ലഡ് സെൽസ് യൂസ് ചെയ്യുന്ന? അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഡ് ബ്ലഡ് സെൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി പ്ലേറ്റ്ലേറ്റ്സ് ആണ് പറയണത്. they help the blood to clot. ബ്ലഡ് ക്ലോട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് സെൽസ് ആണ് ഇത് പ്ലേറ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീനിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. ഇതൊരു രക്താർബുദമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിനും അതേപോലെ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും ഈ പ്ലേറ്റ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ദീസ് സെൽസ് ഹെൽപ്സ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അത് കൂടാതെ ഹെൽപ്സ് ഇൻ ഇമ്മ്യൂൺ പ്രോസസ്, നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് പ്ലാസ്മയാണ്. ദ പ്ലാസ്മ, ദ വാട്ടർലി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്നാക്കിക്കോ, വൈറ്റ് സെൽസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലേറ്റ്സ് ആർ സസ്പെൻഡഡ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വാട്ടറിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള ബ്ലഡില ആ ഒരു പോർഷനാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. RBC, WBC, പ്ലേറ്റ്ലേറ്റ്സും ഇതിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി മെനി പാർട്ട് ഓഫ് ദ ബ്ലഡ് ത്രൂ ബ്ലഡ് സ്ട്രീംസ്. ബ്ലഡ് സ്ട്രീംസ് വഴിയാണ് പ്ലാസ്മ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നത്. പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിങ്. പ്ലാസ്മ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഫങ്ഷൻ ഞാൻ പറയാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവോ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയെന്ന്? ആർക്കെങ്കിലും അറിയാവോ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയെന്ന്? എത്രയാണ് നോർമൽ ബ്ലഡ് പ്രഷർ? ഓക്കെ, 80, 120. ഓക്കെ, നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? പ്ലാസ്മ ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലാസ്മയാണ്. പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? പ്ലാസ്മയാണ്. ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? പ്ലാസ്മയാണ്. ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ബ്ലഡില സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് അത് ബാലൻസ് ചെയ്യണതും ആരാണ്? പ്ലാസ്മയാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യണത്? പ്ലാസ്മ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ. ഫസ്റ്റ് പറഞ്ഞു ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം, സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവൽ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പറയുന്നത് ക്രയോപ്രസിസിപ്പേറ്റ് ആണ്. ഒരു AHF ഫാക്ടർ അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്. നമ്മുടെ പ്ലാസ്മയിലുള്ള ഒരു പോർഷൻ ആണ് ഈ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടർ ദാറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ബ്ലീഡിങ്. നമ്മൾ ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോട്ട് ആവില്ല. ആ ക്ലോട്ടിംഗ് ഫാക്ടർ എവിടെ നിന്നാണ്? പ്ലാസ്മയിൽ നിന്നാണ് വരുന്നത്. അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പോർഷൻ, ആ ഒരു പോർഷനിൽ നമ്മൾ എന്ത് പറയണേ? ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് കോട്ടിംഗ് ഫാക്ടർ. പ്ലാസ്മയിലുള്ള കോട്ടിംഗ് ഫാക്ടറിന്റെ ആ പോർഷനെയാണ് എന്ത് പറയണത്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് മെയിൻ ആയിട്ട് പ്ലാസ്മയിൽ 3 പ്രോട്ടീൻസ് ആണ് ഉള്ളത്. 3 പ്രോട്ടീൻസ് ആണ് മെയിൻ ആയിട്ട് പ്ലാസ്മയിൽ കാണുന്നത്. 3 നമുക്ക് നോക്കാനുള്ളൂ. നോക്കാട്ടോ. പ്ലാസ്മയില്
ഉള്ള 3 പ്രോട്ടീൻസ് അതിന്റെ ഫങ്ഷൻസും പറയാം കേട്ടോ. പ്രോട്ടീൻസ് ഓക്കെ. ഫസ്റ്റത്തതാണ് ആൽബുലിൻ. ഓക്കെ, അത് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൽബുലിനുകൾ എന്താ പറയാ പ്രഷർ നിയന്ത്രിക്കാൻ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഗ്ലോബുലിൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് ഏത് ഹെൽപ്പ് ചെയ്യുന്നു? ഗ്ലോബുലിൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജനെയാണ് നമ്മൾ എന്ത് പറയണത്? ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയണത്. എന്താണ് ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ 3 പ്രോട്ടീൻ, ആ 3 പേരും ചോദിക്കാറുണ്ട്. കാരണം ആൽബുലിൻ, ഗ്ലോബുലിൻ, അതേപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ 3 നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് ചോദിക്കുമല്ലോ. ഇവിടെ ഉണ്ട് കേട്ടോ, അവരുടെ ടെസ്റ്റിൽ തന്നെ ഉണ്ട്. ഇത് നമ്മള് പ്ലാസ്മയിൽ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു എന്നാ പറയണത്. ആൽബുലിൻ, immunoglobulin and clotting factor concentrates may also be separated and processed for transfusion. ഇത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പ്രോസസ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷന് വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട്. 3 പ്രോട്ടീൻസ് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയുമാണ് ബ്ലഡിന്റെ കമ്പോണൻസ് പറയണത്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും വേഗം റീഡ് ചെയ്ത് സംശയം ചോദിച്ചേ. ആൽബുലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ഒരു തരം പ്രോട്ടീനുകളാണ്. നെക്സ്റ്റ് ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ്. അത് കഴിഞ്ഞ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് 3. ഗ്ലോബുലിൻ ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ ഇതിൽ പറഞ്ഞിട്ടില്ല. പാർട്സ് അല്ലല്ല ഹീമോഗ്ലോബിൻ. ബ്ലഡിന് ചുമന്ന കളർ കൊടുക്കുന്ന ആ ഒരു ഫാക്ടർ അല്ലേ? സോ അത് നമ്മളുടെ ബ്ലഡിന്റെ പാർട്ട് അല്ല. അതുകൊണ്ടാണ് ബ്ലഡിന്റെ കമ്പോണന്റ് അല്ല. അതുകൊണ്ട് അത് പറയാത്ത കേട്ടോ. RBCയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫാക്ടറാണ്. RBCയിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടറാണ്. ബ്ലഡിന്റെ മെയിൻ കമ്പോണൻസ് ഈ 4 മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ കേട്ടോ. ഒന്ന് വായിക്ക്. ഓക്കെ, ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ആന്റി ഹീമോഫിലിക് ഫാക്ടേഴ്സ് ആണ്. പ്ലാസ്മയിലുള്ള ഒരു പോർഷൻ ആണ്, ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. ആന്റി ഹീമോഫിലിക് ഫാക്ടറിന്റെ വേറെ പറയുന്നത് തന്നെയാണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കാനായിട്ടില്ലേ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ്. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ്. ബ്ലഡ് എന്താ കട്ട പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഫ്ലോ ചെയ്തുകൊണ്ട് ഒരുപാട് ബ്ലഡ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്.
അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, എന്ത് ഹെൽപ്പ് ചെയ്യണത്, ഈ ക്ലോറിൻ ഫാക്ടർ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോ ആ റെസിപ്റ്റന്റിന് ചിലപ്പോൾ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഓപ്പറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന ആള്, ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിനെ നമ്മൾ ഡോണർ എന്നും സ്വീകരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും, റെസിപ്റ്റന്റ് എന്നാണ് പറയുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളെ ഡോണർ എന്നും റിസീവ് ചെയ്യുന്ന ആളെ റെസിപ്റ്റന്റ് എന്നാണ് പറയാറ്. അപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം. Typically, blood transfusion is the process in which blood components are transferred from one person, donor, into the bloodstream of the another person, recipient. നമ്മൾ റെസിപ്റ്റന്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബ്ലഡ് ഡോണറിന്റെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, കയറ്റി വിടുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാധാരണയായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത്രയുള്ളൂ. ഇറ്റ് കംസ് ഇൻ ടു ആക്ട് എക്സ്പെഷ്യലി ആസ് ലൈഫ് സേവിംഗ് പ്രോസസ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് അത്ര റിസ്ക് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് ആണ് ഏത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റൊരു വ്യക്തിയിൽ മറ്റൊരാളിൽ നിന്ന് സ്വീകരിച്ച ബ്ലഡ് ഈ ഒരു റെസിപ്റ്റന്റിന്, ഏതാണ് പേഷ്യന്റിന് എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. It comes into act especially as a life-saving process for the recipient when a large loss of blood cells through bleeding വഴി അദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. Then or depression of a bone marrow, മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയൊക്കെ ചെയ്യില്ലേ, ബോൺ മാരോ എന്ന് വെച്ചാൽ അതാണ്. ആ സമയത്തൊക്കെ നമ്മള് ഡിപ്രഷൻ ഉദ്ദേശിക്കുന്ന ഇവിടെ മെഡിക്കൽ കണ്ടീഷനെ ഡിനോട്ട് ചെയ്യണേട്ട് അവരുടെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കണ്ടീഷൻ. ആ ബോൺ മാരോന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് ബ്ലഡ് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യണം, നമ്മള് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാറ്. ഓക്കെ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് നോബിൾ കോസ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രവൃത്തി ആയി കണക്കാക്കപ്പെടുന്നതാണ് എന്ത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും രക്തദാനം മഹാദാനം എന്നൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാണ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. രക്തദാനം ചെയ്യുന്നത് മറ്റുള്ളവരെ നല്ല ആരോഗ്യം നിലനിർത്താം, മറ്റുള്ളവർക്ക് ഹെൽത്ത് നല്ല രീതിയിലാക്കാൻ സഹായിക്കും. അപ്പൊ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം ചിലപ്പോൾ ബ്ലഡ് ആയിരിക്കും. എന്തോരം പേഷ്യൻസ് ആണ് മുമ്പൊക്കെ ബ്ലഡ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് മരണം സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ കുറവാണ്, നമ്മൾ കേൾക്കണതും കുറവാണ്. കാരണം എന്താണ്, ഈ ബ്ലഡ് ബാങ്കിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുകളൊക്കെ ഭൂരിഭാഗം ഹോസ്പിറ്റൽസിലുണ്ട്. സോ അവർക്ക് ആവശ്യമുള്ള ബ്ലഡുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റിസ്ക് കുറവാണ്. ഓക്കെ. ഇനി ബ്ലഡ് ബാങ്കിന്റെ സർവീസുകളാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇന്ന് പറയാൻ പോണത്. ബ്ലഡ് ബാങ്ക് സർവീസ് ആക്ട് ആസ് യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്സ് ഓഫ് ബ്ലഡ്. ഈ പറഞ്ഞ എല്ലാ ടൈപ്സ് ഓഫ് ബ്ലഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്, പ്ലേസ് ആണ് ഏത്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദേ വാച്ച്ഫുള്ളി സ്ക്രീൻ ദ ടെസ്റ്റ് ദ ബ്ലഡ് ബാങ്ക് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. അവർ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യും, എല്ലാ ടെസ്റ്റും ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് എടുക്കും. അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ ദേ ഓൾസോ ചെക്ക്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്ക് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ നോക്കി. ബ്ലഡ് ടൈപ്പ് ചെക്ക് ചെയ്യും, വെദർ ബ്ലഡ് ടൈപ്പ് എ, ബി, എ ബി ഓർ ഒ, ആൻഡ് വെദർ ഇറ്റ് ഈസ് RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവ് ആണോ RH പോസിറ്റീവ് ആണോ എന്ന് നോക്കും. Comparativity test
is done to find out if the particular unit of blood can be transferred safely into a certain patient. അപ്പൊ കമ്പാരബിലിറ്റി ടെസ്റ്റ് നടത്തും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പേഷ്യന്റിന് ബ്ലഡ് സേഫ് ആയിട്ടാണ് നമ്മുടെ റെസിപ്പിയന്റിന് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അവർ ആദ്യം ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ബ്ലഡ് എന്ത് ചെയ്യുന്നത് പേഷ്യന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തത്, നോട്ട് ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ഓ നെഗറ്റീവ്. ഈ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഓ നെഗറ്റീവ് ആരുണ്ടോ? ഓ നെഗറ്റീവ് ഉണ്ടാവും? ആരുമില്ല തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, ഓ നെഗറ്റീവ് ആണ് യു ഉണ്ട്. ഓക്കെ ഓക്കെ, ഓ നെഗറ്റീവുകാരാണ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. എന്താണ് ഓ നെഗറ്റീവുകാരാണ്? എന്ത്? യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? യൂണിവേഴ്സൽ ഡോണർ ആണ്. ഹു ക്യാൻ ട്രാൻസ്ഫർ യുവർ ബ്ലഡ് ടു ഓൾമോസ്റ്റ് എവരിവൺ. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഓ നെഗറ്റീവുകാർക്കാണ്. ഇനി ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ബി പോസിറ്റീവ്. ബി പോസിറ്റീവ് ആരുണ്ടോ? ബി പോസിറ്റീവ് ആര് ഉണ്ടല്ലേ? ബി പോസിറ്റീവുകാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് ബി പോസിറ്റീവ്, യു ആക്ട് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. നമുക്ക് എന്തായിട്ട്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ബി സോറി ഞാൻ പറഞ്ഞ വേർഡ് മിസ്റ്റേക്ക് ആയിപ്പോയി. എ ബി പോസിറ്റീവ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ആ ഫ്ലോയിൽ പോയതാ. എ ബി പോസിറ്റീവ് ആണ് നമ്മുടെ ബ്ലഡ് സ്ട്രീം എങ്കിൽ നമുക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഹൗവർ എന്തെങ്കിലും ഇപ്പൊ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് സംഭവിച്ചു, ഇപ്പൊ ഗ്രൂപ്പുകൾ മാറിപ്പോയി, പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ് ചാൻസ്? ആ പേഷ്യന്റ് ജീവൻ അത്ര റിസ്ക് ആണ്. എന്ന് വെച്ചാൽ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡ് സ്ട്രീം അല്ലെ ബ്ലഡ് ഗ്രൂപ്പ് മാറിപ്പോയിട്ടൊക്കെ എന്ത് ചെയ്താല് നമ്മള് റെസിപ്പിയന്റിനും പേഷ്യന്റിനും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ലൈഫ് എന്ന റിസ്കിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. However, any mismatch between the blood type can prove fatal, causing death. So the blood test must be done carefully. എന്തെങ്കിലും മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ മാരകമായ ഡെത്ത്, കോസിംഗ് ഡെത്ത്, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ മസ്റ്റ് ബി കെയർഫുള്ളി. ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. പേഷ്യന്റിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം പേഷ്യന്റ് ഏത് ഗ്രൂപ്പാണ്, ഐ ഡി കാർഡിലോ അല്ലെങ്കിൽ പേഷ്യന്റ് പറയുന്ന ഗ്രൂപ്പാണോ എന്ന് ഉറപ്പ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ അത്ര ഹെവി റിസ്ക് ആണ്. കാരണം ബ്ലഡ് സ്ട്രീം മാറിപ്പോയി മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കെയർഫുൾ ആയിട്ട് വേണം ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട്? ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബ്ലഡ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ലൈഫ് സേവിങ് പ്രോസസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലീഡിംഗ് ഒക്കെ ഉള്ള പേഷ്യൻസിന്, അങ്ങനെ ലോസ് ആവുന്ന പേഷ്യൻസിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അതേപോലെ ബോൺ മാരോ, വേറെ ഒരുപാട് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എടുക്കാറുണ്ട്. ഒരു എന്താ പറയുക മഹത്തരമായ പ്രവൃത്തിയാണ് ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവിടെ കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അതില് അവര് ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോന്നോ അല്ലെങ്കിൽ അവർ കമ്പാരബിലിറ്റി ടെസ്റ്റ് ഒക്കെ, കോമ്പിറ്റബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഏതാണ്, എ ആണോ, ബി ആണോ, എ ബി ഗ്രൂപ്പ് ആണോ, ഒ ഗ്രൂപ്പ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അതേപോലെ RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും ബ്ലഡ് ബാങ്കിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്മാച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ലൈഫ് വരെയും എന്നുവെച്ചാൽ ജീവൻ വരെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ട്ടോ. ഒന്ന് വായിച്ചേ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 3 പാരഗ്രാഫ് ആയിട്ട് തന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വായിച്ചേ.
നോബൽ കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹത്തരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കേട്ടോ. ഫേറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള കേട്ടോ. വേർഡുകൾ എഴുതി വെച്ചോ. ഫസ്റ്റത്തെ മഹത്തരമായിട്ടുള്ള പ്രവൃത്തി, ഫേറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരകമായ, മാരകമായ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ എഴുതി വെച്ച മാരകമായ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാനില്ല. ജസ്റ്റ് ഏറ്റവും റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് മാത്രം ജസ്റ്റ് നോളജിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വായിച്ചോ? ഈ പോർഷൻ വായിച്ചോ എല്ലാവരും? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ. When is blood transfusion needed? എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യം വരുന്നത്? ബ്ലഡ് എന്ത് ചെയ്യേണ്ട, ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇൻജുറീസോ അല്ലെങ്കിൽ സർജറി ഒക്കെ കഴിയുന്ന വ്യക്തികളുടെ കയ്യിൽ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇപ്പൊ സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ബ്ലഡ് അവരുടെ ബോഡിയിൽ നിന്ന് എന്താ പറയാ കൂടുതലായിട്ട് എന്ത് ചെയ്ത് പോകുന്നു, നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ദെൻ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, നമ്മുടെ എന്താ പറയാ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണം? ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ആവശ്യം വരും. ഓക്കെ, നമ്മള് ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ബ്ലഡ് ആവശ്യം വരും. അതേപോലെ ഡൈജസ്റ്റീവ് ട്രാക്ട് റിലേറ്റഡ് ആയിട്ട് ബ്ലീഡിങ് എന്തെങ്കിലും സംഭവിക്കുകയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് സംഭവിക്കുക, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ആക്സിഡന്റ് കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് മാറ്റി കയറ്റാറുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. പിന്നെ ലുക്കീനിമിയ എന്ന് വെച്ചാൽ രക്താർബുദമാണ്, ഒരു പ്രത്യേക രക്താർബുദമാണ്. അപ്പൊ അതിന് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ കയ്യിൽ ഹെൽത്തി ആയിട്ട് റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ. അതേപോലെ റേഡിയോളജി തെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ കരൾ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് മാറ്റി കയറ്റാറുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ബ്ലഡ് ഡിസോർഡേഴ്സ്, അനീമിക് അങ്ങനത്തെ പ്രോബ്ലംസ് വരില്ല, ബ്ലഡ് ഡിസോർഡർ നമ്മൾ നോക്കില്ലോ. അപ്പൊ അനീമിക് അങ്ങനത്തെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇനി കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിലും നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം ഒന്ന് വായിച്ചു നോക്കാം. കിഡ്നി പേഷ്യൻസ് ചെയ്യാറുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട് കേട്ടോ. ഡയാലിസിസിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. നോക്കാം. When is blood transfusion needed? Individual may require blood transfusion for variety of them are. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് പറയുന്നത്. To substitute for lost blood after serious or surgery. സീരിയസ് ആയിട്ട് നടക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ബ്ലഡ് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബ്ലഡ് കയറ്റാൻ നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെട്ട ബ്ലഡിന് പകരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താറുണ്ട്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, നമ്മുടെ എന്താ പറയാ ഡൈജസ്റ്റീവ് ട്രാക്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിന് എവിടെയെങ്കിലും ബ്ലീഡിങ് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ലുക്കീനിമിയ എന്ന് പറഞ്ഞാൽ ഒരു രക്താർബുദമാണ്, അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസ് അത്ര ഹെൽത്തി അല്ലെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. റേഡിയേഷൻ തെറാപ്പിയുടെ ഭാഗമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. ബാക്കി മറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ്, ബോൺ മാരോന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ദെൻ ലിവർ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ബ്ലഡ് ഡിസോർഡേഴ്സ്, അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞത്. അതേപോലെ
അങ്ങനത്തെ പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സിൽ വന്നേട്ടാ. ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഓക്കെ, വായിച്ചു നോക്കിയല്ലേ. ഓക്കെ അല്ലേ എല്ലാവർക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഒരു ക്ലാസ്സോട് കൂടി എന്റെ പോർഷൻസ് തീരും അല്ലെ, നമ്മുടെ ചാപ്റ്റർ തീരും. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾസും അതോടെ കൂടെ തീരും. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാം, എക്സാം വരാറായിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം അപ്പൊ എടുത്തിട്ടുണ്ട് അല്ലെ. പഠിച്ചു തുടങ്ങി എല്ലാവരും. പഠിച്ചൊന്നും തുടങ്ങിയില്ലേ? എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ക്ലാസ് എടുത്തപ്പോ തന്നെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ്സ്. മെഡിക്കൽ ടെർമിനോളജി ആണെങ്കിൽ എന്താണ് ആ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് പഠിച്ചാൽ മതി. അപ്പൊ നന്നായിട്ട് പഠിക്കണം. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോ തുടങ്ങിക്കോ. മോക്ക് ടെസ്റ്റിന് മാത്രമല്ല കേട്ടോ, കുറച്ച് പുറത്തുനിന്ന് അല്ല മോക്ക് ടെസ്റ്റ് നമ്മുടെ ടെസ്റ്റിന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ വരുള്ളൂ. പക്ഷെ മോക്ക് ടെസ്റ്റിലെ കൂടാതെ കുറെ ക്വസ്റ്റ്യൻസ് വരും. കാരണം നിങ്ങൾക്ക് ഡെയിലി 5 ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുള്ളൂ മോക്ക് ടെസ്റ്റിൽ. അപ്പൊ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ചാപ്റ്ററിന് ചിലപ്പോൾ 20 ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മുടെ പേജിന്റെ നമ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് ആണ് ക്വസ്റ്റ്യൻസ് വന്നത്. നന്നായിട്ട് പഠിക്കാണ്ട് എല്ലാവരും. അപ്പോ താങ്ക് യു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ?